നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരാൾ നമ്മളോട് കള്ളമാണ് പറയുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയും? എത്ര നന്നായി അഭിനയിച്ചാലും കള്ളം പറയുമ്പോൾ മനുഷ്യന്റെ ഉപബോധ മനസ്സും ശരീരഭാഷയും ചില ചെറിയ സൂചനകൾ പുറത്തുവിടാറുണ്ട്. മറ്റുള്ളവർ നമ്മളോട് കള്ളം പറയുമ്പോൾ അവരുടെ ശരീരം കാണിക്കുന്ന ചില പ്രത്യേക മാറ്റങ്ങളിലൂടെ സത്യം എന്താണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന 4 മനഃശാസ്ത്ര വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. ഒന്നാമത്തെ തന്ത്രമാണ് ആവശ്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകുക എന്നത്. സാധാരണയായി സത്യം പറയുന്നവർ തങ്ങൾക്ക് നടന്ന സംഭവങ്ങൾ ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ കള്ളം പറയുന്നവർ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളും വലിയ കഥകളുമൊക്കെ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കും. സത്യം പുറത്തുവരുമോ എന്ന പേടിയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. രണ്ടാമത്തെ തന്ത്രമാണ് ശരീരഭാഷ പെട്ടെന്ന് സ്തംഭിച്ചു പോകുന്നത്. സാധാരണയായി ആളുകൾ സംസാരിക്കുമ്പോൾ കൈകളും തലയുമൊക്കെ സ്വാഭാവികമായി അനക്കാറുണ്ട്. എന്നാൽ ഒരാൾ കള്ളം പറയാൻ തുടങ്ങുമ്പോൾ അവരുടെ സ്വാഭാവികമായ ചലനങ്ങൾ പെട്ടെന്ന് നിൽക്കുകയും അവർ ശരീരം അനക്കാതെ വളരെ സ്റ്റിഫായി ഇരിക്കാൻ തുടങ്ങുകയും ചെയ്യും. മനഃശാസ്ത്രപരമായി ഇത് കള്ളം പറയാൻ തലച്ചോറെടുക്കുന്ന അമിത പരിശ്രമത്തിന്റെ ഫലമാണ്. മൂന്നാമത്തെ തന്ത്രമാണ് മുഖത്തോ ചുണ്ടുകളിലോ നിരന്തരം തൊടുക എന്നത്. ഒരാൾ കള്ളം പറയുമ്പോൾ അവരുടെ ശരീരത്തിൽ അറിയാതെ ഒരു അസ്വസ്ഥത അഥവാ ആങ്സൈറ്റി ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി അവർ അറിയാതെ അവരുടെ മൂക്കിലോ ചുണ്ടിലോ അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തോ നിരന്തരം തൊടാൻ തുടങ്ങും. ഈ ചെറിയ ശീലങ്ങൾ കള്ളം പറയുന്നവരുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. നാലാമത്തെ തന്ത്രം ചോദ്യത്തിന് നേരെ മറുപടി പറയാതെ തിരിച്ച് നമ്മളോട് മറുചോദ്യം ചോദിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി തരുന്നതിന് പകരം നീ എന്താ എന്നെ സംശയിക്കുന്നത്? നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന് തിരിച്ചു ചോദിച്ച് വിഷയം മാറ്റാൻ അവർ ശ്രമിക്കും. കുറ്റബോധം മറച്ചുപിടിക്കാൻ അവർ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ വഴിയാണിത്. ആളുകളുടെ ഇത്തരം ചെറിയ സൂചനകൾ ശ്രദ്ധിച്ചാൽ കള്ളം പറയുന്നവരെ നിഷ്പ്രയാസം കണ്ടെത്താം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നു? കമന്റ് ചെയ്യുക. ഇത്തരം സൈക്കോളജിക്കൽ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.